ഇന്നലെ ഫുഡ് തികഞ്ഞില്ല എന്ന് പറഞ്ഞു കേട്ടു. വേഗം ആവട്ടെ. അതാ കഴിഞ്ഞു. ഷിബുവേ ഷിബുവേ തിരിച്ചു വരുമ്പോഴേ ആ ഹരിയുടെ കടയിൽ നിന്ന് വെള്ളത്തിൽ 2 ഏത്തക്കൊലയോടെ വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. 10 ചിപ്സിന്റെ ഓർഡർ ഉണ്ടേ. ആവശ്യം കിട്ടുമ്പോ പൈസ എടുത്തോ. മാമ പച്ചക്കറിയൊക്കെ തീർന്നു. അതും കൂടെ വാങ്ങിച്ചോ. ശരി. എന്താ മോളെ പച്ചക്കറി തീരുമ്പോഴാ പറയുന്നേ? എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ നേരത്തെ പറയണ്ടേ? സമയത്താ പറയുന്നതെല്ലാം. ചേട്ടാ ഇന്നലത്തെ പൈസ തന്നില്ലായിരുന്നു. ഓട്ടോ ഉള്ളത് കാരണം വരാനും പറ്റിയില്ല. ഇവിടെ ആർക്കും ഉത്തരവാദിത്വമൊന്നുമില്ല. നിനക്കിന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ശരിയെന്നാ. ഇതൊരു വേദനയായത്. അമ്മ. മോളെ കുളി കഴിഞ്ഞോടി നീയോ? പിന്നെ വേദന കൂടിയോ? ചെറുതായിട്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിന്നോണ്ട് ജോലി ചെയ്യരുത്. അതല്ലേ വെരിക്കോസ് കൂടിയേ. നിന്റെ പുന്നാര മാമിയെ പോലെ കള്ളപ്പണി കാട്ടാൻ എനിക്കറിയത്തില്ല. ദേ അമ്മ ഒന്ന് പതുക്കെ പറ, അവര് കേക്കും. മാമി ഇങ്ങനെയാണെങ്കിലും മാമൻ എന്നെ സ്വന്തം മോളെ പോലെ നോക്കുന്നേ. സ്വന്തം മോളെ പോലെ അല്ലടി, നീ അവന് സ്വന്തം മോള് തന്നെയാ. ശരി ശരി, അമ്മ എന്നാ കുളിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഞാൻ കുളിച്ചോളാം. എടാ ചെക്ക, എത്ര പറഞ്ഞാലും നിന്നെ മനസ്സിലാകത്തില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ സമയത്ത് ഇങ്ങോട്ട് വിളിക്കരുതെന്ന്? ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം കൂടി നീ ഇല്ലാതാക്കും. ഇങ്ങനൊന്ന് ഉറങ്ങിയിട്ട് ഞാൻ വിളിക്കാം. ശാവം എടി, മിണ്ടാതെ ഉറങ്ങടി. നാശം പിടിച്ചോളെ. ഉറങ്ങാൻ സമ്മതിക്കണം. ആരടി പാതിരാത്രിക്ക്? ചേട്ടാ, അമ്മയോട് ചിട്ടിപ്പൈസയുടെ കാര്യം പറയാൻ അമ്മയെ വിളിച്ചതാ. എടി നീ അമ്മയോട് ചോദിക്കാ വടക്കേ പറമ്പിലെ രാവിലെ ചക്ക വളഞ്ഞാന്ന്. ഈ മകരമാസത്തിലാണോ മനുഷ്യ ചക്ക കായ്ക്കുന്നേ? ഇവിടെ ഉണ്ടായ കടച്ചക്ക ഒളികണ്ണു കൊണ്ട് പോലും നോക്കാത്ത നിങ്ങളാണോ വടക്കേ പറമ്പിലെ ചക്കയുടെ പിന്നാലെ പോകുന്നത്? ഉറങ്ങടി അങ്ങോട്ട്. ഒന്നിനെ വെറുതെ വിട്. ഇത്രയും ദ്രോഹിച്ചത് പോരെ. അതെങ്ങനെയാടേ? നിന്റെ ഈ നഗ്നമായ ചിത്രങ്ങൾ ഇതിൽ കിടക്കും തോറും അത് കാണുമ്പോഴുണ്ടല്ലോ ഒരു വല്ലാത്ത ഹരമാണ്. അത് കാണുമ്പോൾ ഞാനിങ്ങി വരും. നിനക്ക് എതിർക്കാൻ പറ്റില്ല, അത് ഓർമ്മ വേണം. എൻ്റെ ആവശ്യം നീ എതിർത്താൽ ഈ ഭൂലോകം മുഴുവൻ ഇത് കാണും. അപ്പം നീ എന്ത് ചെയ്യണം? ഞാൻ പറയുന്ന ഇടയിൽ നമ്മൾ അങ്ങനെ ഒന്നിച്ചങ്ങോട്ട് പോകും. എടി പെണ്ണെ, നിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ ഓടി. അതൊക്കെ അമ്മായിക്ക് തോന്നുന്നതാ. എനിക്ക് തോന്നുന്നു വെറുതെ അല്ല പെണ്ണെ. എല്ലാം കഴിയുമ്പോൾ വല്ലതുമൊക്കെ വലിച്ചെറിയുമ്പോൾ ഈ പാവം അമ്മായി തൂക്കുന്നത് മുറ്റത്താന്ന് ഓർമ്മ വേണം. ദൂരെ കൊണ്ടുപോയി കത്തിച്ച് കളഞ്ഞുകൂടെ നിനക്ക്? അമ്മായി ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു നടക്കരുത്. എനിക്കറിയാം നിങ്ങളുടെ ചുറ്റിക്കളിയൊക്കെ. നേരെ ഒത്തിരിയായി. ആ ഷിബുവിനെ കാണുന്നില്ലല്ലോ. ശരിയാണല്ലോ, അവൻ ഈ സമയത്ത് വരേണ്ടതാണല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കാണാനില്ലല്ലോ. ഹലോ പ്രസാദ് ഏട്ടാ. എന്ത് പറ്റി ഷിബു ലേറ്റ് ആവുന്നേ? അത് ചേട്ടാ, എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. അയ്യോ, ഇവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. നീ എങ്ങനെ ഇങ്ങോട്ട് വരാൻ നോക്ക്.
ഓ ശരി ഏട്ടാ, ശരി ശരി. ഡീ ഷിബുവിന് ആക്സിഡന്റ് പറ്റി. അയ്യോ വല്ലതും പറ്റിയോ? അറിയില്ല, വന്നാലേ അറിയാവൂ. അതേ വരുന്നുണ്ടല്ലോ. ആ ആ ഓ അയ്യോ ആ ഷിബു വാ. ചേട്ടാ ഫുഡ് അവനെ ഏൽപ്പിച്ചാൽ മതി, ഓ, ഞാൻ കൊണ്ട് ഓ, കൊടുത്തോളൂ. ശരി ശരി. എടാ കൊണ്ട് കൊടുക്കണേ. പിള്ളേരെ ആ സാധനം എടുത്ത് വണ്ടി പോയി. ഏയ് ഒന്ന് സഹായിച്ചു കൊടുക്കണേ. ആ ഷിബു ഇതെങ്ങനെ പറ്റിയ? ഓട്ടോ നിന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് സ്ലിപ്പായി വീണതാ. നിനക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഞങ്ങളൊരു വാക്ക് നീ പറഞ്ഞില്ല. ശരിയായില്ല ഷിബു, ഞങ്ങൾ നിന്റെ ആരും അല്ലല്ലോ. 4-5 വർഷമായി ചേട്ടാ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അങ്ങനെ ആരോടും പറയാറില്ല. ഗൾഫിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന സ്വത്ത് മുതലും കൊണ്ട് അവളൊരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എനിക്കാണെങ്കിൽ എൻ്റെ മകനെ ഒന്ന് കാണാൻ പോലും കഴിയുന്നില്ല. അന്നു മുതൽ ഞാനൊരു ലോഡ്ജിലാണ് താമസം. ഷിബു, ഓരോ മനുഷ്യനും നെഞ്ചിൽ വലിയ ഭാരവും പേറിയ നടക്കുന്നത്. അവരത് പറയുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് വേദന മനസ്സിലാവുള്ളൂ. ഇനി എന്തായാലും നീ ലോഡ്ജിലൊന്നും കഴിയണ്ട. ഇനിയിപ്പോ ആരും ഇല്ലെന്നൊരു തോന്നൽ വേണ്ട. പറഞ്ഞു വന്നാൽ ഞങ്ങളും ഈ വീട്ടിൽ താമസിക്കേണ്ടവരല്ല. ഇവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇവൾ ജീവിതത്തിൽ ഒറ്റപ്പെടുമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങളും ഇവിടേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു മകളെ കിട്ടി, അല്ല മോളെ? അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താവുമായിരുന്നു? ആ അത് പോട്ടെ, ചേട്ടൻ വിഷമിക്കണ്ട, റെസ്റ്റ് എടുത്തോ. അത് തന്നെയാണ് ഞാനും പറയുന്നത്. നിന്റെ കൈ ശരിയാവുന്നവരെ നീ ഇവിടെ താമസിക്കുക. എൻ്റെ ഈ അവസ്ഥയിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടെന്നറിയില്ല. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. എനിക്കിതൊന്നും അറിയണ്ട. ഞാൻ ചോദിച്ച എനിക്ക് കിട്ടണം. എന്നെ വെറുതെ വിടണം, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഞാൻ എന്താവശ്യപ്പെട്ടാലും നീ നടത്തി തന്നേ പറ്റൂ. തന്റെ നായിന്റെ മോളെ പറഞ്ഞ നിനക്ക് മനസ്സിലാകത്തില്ലയോ? ഇവിടെ വന്നിരിക്കടിയും. നീ എന്തടി കൂടുതലും മാസിലും പിടിച്ചാൽ നിനക്കറിയാലോ എന്റെ സ്വഭാവം. ഭവേ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരേണ്ടിയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നിനക്കത് എന്താ പറ്റിയത്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ശരീരം പങ്കിട്ടിട്ടുള്ളൂ. പ്രായത്തിന്റെ തിളപ്പില് കുറച്ച് നിമിഷങ്ങൾ അയാളുമായിട്ട് എനിക്ക് ഉണ്ടായിപ്പോയി. പ്രണയത്തില് പൊതിഞ്ഞ ചതിയാണെന്ന് മൊബൈലിൽ അയാളെ റെക്കോർഡ് ചെയ്ത വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് വരെ ഞാൻ അറിഞ്ഞില്ല. അതിന്നും തുടരുന്നു. എനിക്ക് മതിയായി. ആത്മഹത്യ ചെയ്താലും എനിക്ക് മനഃശാന്തി കിട്ടില്ല. അല്പ സ്വാതന്ത്ര്യത്തെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ എടുക്കുന്ന നിലപാടുകളാ നമ്മുടെ ജീവിതം. നിനക്ക് ശക്തമായ നിലപാടുണ്ടെങ്കിൽ നീ അവനെ വിളിക്ക്, ഞാൻ സംസാരിക്കാം. പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. ധൈര്യമായി നീ അവനെ തിരിച്ചു വിളിക്ക്. രാജീവെ കൈമാറ്റ്. എന്താടി നിന്റെ ശബ്ദത്തിന് ഇത്ര കാനം? വിടട എന്നെ.
ചേച്ചി മാറടാ. ഓ ഇത് നിനക്ക് പുതിയ സെറ്റപ്പ് ആയതിന്റെ കടിയായിരുന്നില്ലടേ. എന്നോട് പറയാനുള്ളത് ഞാൻ പറയും. തീരുമാനമെടുക്കേണ്ട നീയാ. നീ ഒന്നോർത്തണം, ഇവനെ വെച്ച് നീ എന്നെ ഉണ്ടാക്കുമ്പോ നിന്റെ ഫോട്ടോ മൊത്തം എന്റെ കയ്യിലുണ്ടെന്ന്. എവളെ വീഡിയോ എങ്ങനെ പുറത്തു വന്നാലും നീ തന്നെയായിരിക്കും എന്റെ ഉത്തരവാദി. അങ്ങനെ വല്ലതും സംഭവിച്ചാ നിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. പക്ഷേ പിന്നെ എവള് ജീവിക്കും. ഇപ്പോഴത്തെ എല്ലാവർക്കും അറിയാം, ഉപയോഗിച്ച തേഞ്ഞു പോകുന്ന ജീവിതമല്ല ഒരു പെണ്ണിൻ്റെതെന്ന്. സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയും പോലെ ഇനിയുള്ള കാലം സെക്സ് വെച്ച് ഭീഷണിപ്പെടുത്താനൊന്നും കഴിയില്ല. മനസ്സിലായടാ? മാറി.